ലോകകപ്പ് കഴിഞ്ഞു. ട്രാൻസ്ഫർ മാർക്കറ്റിന് ചൂട് പിടിച്ചിരിക്കുകയാണ്. ക്ലബ്ബുകളെല്ലാം യുവതാരങ്ങളെ വലവീശി പിടിക്കാൻ പണച്ചാക്കുമായി ഇറങ്ങിയ സമയത്ത് ഇംഗ്ലീഷ് ടീം ചെൽസി രണ്ട് വെറ്ററൻ താരങ്ങൾക്ക് പിന്നാലെയാണ്. സ്റ്റാഫർഡ് ബ്രിഡ്ജിലേക്ക് എത്തുന്ന കളിക്കാരുടെ പേര് കേട്ടാൽ നിങ്ങൾ ആശ്ചര്യപ്പെടും. ഒന്ന് ജോർദാൻ ഹെൻഡേഴ്സൺ, രണ്ട് ഡാനി വെൽബക്ക്. നവംബർ 1 ജോർദാൻ ഹെൻഡേഴ്സൺ പ്രീമിയർ ലീഗിൽ തന്റെ അരങ്ങേറ്റം കുറിച്ചത്. 18-ാം വയസ്സിൽ സണ്ടർലാൻഡിന് വേണ്ടിയായിരുന്നു അത്. എതിരാളികൾ പ്രബലരായിരുന്ന ചെൽസി. മത്സരം 5 ഗോളിന് സണ്ടർലാൻഡ് തോറ്റു. കൃത്യം 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഡാനി വെൽബക്കിന്റെ അതിഗംഭീര അരങ്ങേറ്റം കണ്ടത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായി ഗോൾ അടിച്ചുകൊണ്ട് ഒരു 30 യാർഡ് കർലിംഗ് ഷോട്ട്. 18 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴിത് പറയാൻ കാരണം ഹെൻഡേഴ്സൺ പ്രായം 36-ഉം വെൽബക്കിന് 35-ഉമാണ്. പ്രീമിയർ ലീഗിൽ ഇവർ കളിച്ചു തുടങ്ങിയ സമയം ബറാക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട് ചരിത്രം കുറിച്ച നാളുകളാണ്. പെപ് ഗോർഡിയോള അദ്ദേഹത്തിന്റെ പരിശീലന കാലഘട്ടത്തിന്റെ തുടക്കത്തിലാണ്. അന്ന് ചെൽസിയെ പരിശീലിപ്പിച്ചിരുന്നത് ലൂയി ഫിലിപ്പ് സ്കൊളാരിയാണ്. ഇന്ന് ചെൽസിയുടെ പുതിയ പരിശീലകൻ റയൽ മാഡ്രിഡിനെ പരിശീലിപ്പിച്ചിട്ടുള്ള സാബി അലോൺസോയാണ്. ബയർ ലെവർകൂസനെ ചരിത്രത്തിൽ ആദ്യമായി ബുണ്ടസ്ലീഗ ജേതാക്കളാക്കിയ പരിശീലകൻ. 2023-24 സീസണിൽ ഒറ്റ തോൽവി പോലും വഴങ്ങാതെ ടീമിനെ കിരീടത്തിലെത്തിച്ച മികവാണത്. ജർമ്മൻ ഫുട്ബോളിൽ ബയൺ മ്യൂണിക്കിന്റെ അമിതാധിപത്യത്തെ തൂത്തെറിഞ്ഞ കുതിപ്പ്. ട്രാൻസ്ഫർ മാർക്കറ്റിനെ ഞെട്ടിച്ചുകൊണ്ട് മിഡ്ഫീൽഡർ ജോർദാൻ ഹെൻഡേഴ്സണെയും സ്ട്രൈക്കർ ഡാനി വെൽബക്കിനെയും കരിയറിന്റെ അന്ത്യത്തിൽ ചെൽസി സൈൻ ചെയ്യുന്നെങ്കിൽ സാബി അലോൺസോ ഒന്നും കാണാതെയാകില്ലെന്ന കാര്യം ഉറപ്പാണ്. ബ്രിട്ടീഷ് ആർമിയിൽ നിന്നും വിരമിച്ച സൈനികർക്കായി ലണ്ടനിൽ റോയൽ ഹോസ്പിറ്റൽ ചെൽസി എന്നൊരു വിശ്രമ കേന്ദ്രമുണ്ട്. യുദ്ധത്തിൽ പരിക്കേറ്റവരും പ്രായമായവരുമായ സൈനികർക്കായുള്ള കേന്ദ്രം ഒരു വിശേഷണം അവശേഷിപ്പിച്ചിട്ടുണ്ട്: ചെൽസി പെൻഷനേഴ്സ്. കളിയിൽ നിന്ന് വിരമിക്കാൻ പ്രായമായ സമയത്തെ ഹെൻഡേഴ്സണിൻ്റെയും വെൽബക്കിൻ്റെയും ചെൽസിയുടെ സൈനിങ്ങിനെ അതിനോട് ചേർത്താണ് ഇപ്പോൾ ഫുട്ബോൾ ലോകം വായിക്കുന്നത്. 2002 ബ്ലൂക്കോ ക്ലബ്ബ് ഏറ്റെടുത്തത് മുതൽ യുവതാരങ്ങൾക്ക് മാത്രം മുൻഗണന നൽകിയിരുന്ന ട്രാൻസ്ഫർ നയത്തിൽ നിന്നും തികച്ചും അപ്രതീക്ഷിതമായൊരു മാറ്റമാണ് പുതിയ പരിശീലകൻ സാബി അലോൺസോ ചെൽസിയിൽ കൊണ്ടുവരുന്നത്. ബ്രൈറ്റണിൽ നിന്നാണ് വെൽബക്ക് എത്തുന്നത്. ഹെൻഡേഴ്സനെ ഫ്രീ ട്രാൻസ്ഫറിലൂടെ ടീമിലെത്തിക്കാനാണ് ശ്രമം. കഴിഞ്ഞ സീസണിൽ 10-ാം സ്ഥാനത്തായി പോയതിൻ്റെ ക്ഷീണം ചെൽസിക്കുണ്ട്. അതിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിന് യുവാക്കളുടെ ആവേശത്തിനൊപ്പം മുതിർന്ന താരങ്ങളുടെ പരിചയസമ്പന്നത കൂടി അനിവാര്യമെന്ന് കോച്ച് സാബി ചിന്തിക്കുന്നുണ്ട്. കൂടുതൽ പരിചയസമ്പത്തും കളി നിയന്ത്രിക്കാനുള്ള മികവും താരങ്ങൾക്ക് വേണമെന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചതാണ് ഈ വമ്പൻ നീക്കത്തിന് പിന്നിൽ. 30കളുടെ പകുതിയിലെത്തിയ ഈ 2 വെറ്ററൻ താരങ്ങളുടെ വരവ് ചെൽസിയിൽ ഒരുപക്ഷേ പുതിയ യുഗത്തിന്റെ തുടക്കമായേക്കാം. പാളിയാൽ ടീമിന്റെ തന്ത്രങ്ങളെ ആകെ പരിഹാസ്യമാക്കാനുള്ള സാധ്യതയുമുണ്ട്. യുവതാരങ്ങളെ മാത്രം തേടിയിരുന്ന ചെൽസി പക്വതയും കരുത്തുമുള്ള പരിചയസമ്പന്നരായ കളിക്കാരെ ലക്ഷ്യമാക്കി തന്ത്രം മാറ്റുന്നത് പ്രീമിയർ ലീഗിലെ വിടവ് കുറയ്ക്കാനുള്ള ഒരു കണക്ക് കൂട്ടിയുള്ള ചൂതാട്ടമാണ്. മാനസികമായി കരുത്തുള്ള, പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന മുതിർന്ന കളിക്കാരെയാണ് ലക്ഷ്യമിടുന്നത്. 26-കാരനായ മാക്സൻസ് ലാക്രോയിക്സിനെ ടീമിലെത്തിക്കുന്നത് മനസ്സിലാക്കാം. എന്നാൽ 30കളുടെ പകുതിയിലെത്തിയ 2010-ൽ സണ്ടർലാൻഡിൽ ഒരുമിച്ച് കളിച്ചിരുന്ന വെൽബക്കിനെയും ഹെൻഡേഴ്സണെയും ലക്ഷ്യമിടുന്നത് തീർത്തും അവിശ്വസനീയമാണ്. കണക്കുകൾ പ്രകാരം 2024 മെയ് മാസത്തിൽ തിയാഗോ സിൽവ കളിച്ചതിന് ശേഷം കഴിഞ്ഞ 123 മത്സരങ്ങളിൽ ഒരിക്കൽ പോലും 30 വയസ്സിന് മുകളിലുള്ള ഒരു കളിക്കാരന് ചെൽസി അവസരം നൽകിയിട്ടില്ല. മുൻ മാനേജർമാരെ പോലെ ഹെഡ് കോച്ച് പദവിയിലല്ലാതെ മാനേജർ എന്ന പൂർണ്ണ അധികാരത്തോടെയാണ് സാബി അലോൺസോ ചുമതലയേൽക്കുന്നത്. ലോകകപ്പ് സമയത്ത് സണ്ടർലാൻഡ് ക്യാപ്റ്റനായ 34-കാരൻ ഗ്രാനിറ്റ് ഷാക്കിയെ ടീമിലെത്തിക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് നടന്നില്ല. മാഞ്ചസ്റ്റർ സിറ്റി വിട്ട 32-കാരനായ ജോൺ സ്റ്റോൺസിനെയും ചെൽസി ലക്ഷ്യമിട്ടിരുന്നു. എന്നാൽ താരം ഇന്റർ മിലാനിലേക്ക് പോകുമെന്നാണ് സൂചന. ജോർദാൻ ഹെൻഡേഴ്സനെ ചെൽസി ലക്ഷ്യമിടുന്നത് അദ്ദേഹത്തിന്റെ കളിക്കളത്തിലെ മികവ് മാത്രം കണ്ടല്ല എന്നത് വ്യക്തമാണ്. മറിച്ച് മികച്ച അനുഭവ സമ്പത്തുള്ള കളിക്കാരുടെ കുറവ് മൂലം ടീമിൽ നഷ്ടമായ നേതൃപാടവവും അച്ചടക്കവും തിരികെ കൊണ്ടുവരേണ്ടതുണ്ട്. ഇംഗ്ലണ്ട് ടീമിൽ ഹെൻഡേഴ്സന്റെ പങ്കും മുൻ ചെൽസി പരിശീലകനും അദ്ദേഹത്തിന്റെ വലിയ ആരാധകനുമായ തോമസ് ടുഷെൽ അടക്കമുള്ളവർ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ചെൽസി ആരാധകരുടെ ആശങ്കകൾ ഒരു പരിധിവരെ മാറ്റാൻ സഹായിക്കും. 2025 മാർച്ചിൽ ഇംഗ്ലണ്ട് ടീമിന്റെ ചുമതലയേറ്റയുടൻ പുതിയ മാനേജർ ഹെൻഡേഴ്സനെ ടീമിലേക്ക് തിരിച്ചു വിളിക്കുകയായിരുന്നു. ഡ്രസ്സിംഗ് റൂമിൽ ഹെൻഡേഴ്സൺ ചെലുത്തുന്ന സ്വാധീനം കാരണം അതിനുശേഷമുള്ള എല്ലാ ക്യാമ്പുകളിലും അദ്ദേഹത്തെ ഒഴിച്ചുകൂടാനാകാത്ത സാന്നിധ്യമാക്കി മാറ്റിയിരുന്നു. ലോകകപ്പിൽ മെക്സിക്കോക്കെതിരായ പ്രീ ക്വാർട്ടർ വിജയത്തിന് ശേഷമുണ്ടായ അപകടത്തിൽ കൈക്കൊടിവുണ്ടായിട്ടും ഹെൻഡേഴ്സൺ പരിശീലനം തുടരുകയും കളിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. നിരന്തരം വിജയങ്ങൾ നേടുന്ന ഒരു വ്യക്തിത്വം, താൻ കളിച്ച എല്ലാ ടീമുകളെയും ഒന്നിപ്പിച്ചു നിർത്തുന്ന ഒരു പശയാണ് ഹെൻഡേഴ്സൺ എന്നാണ് തോമസ് ടുഷേൽ പ്രകീർത്തിച്ചത്. ഇക്കാര്യം തന്നെയാണ് ചെൽസി $155 മില്യൺ സ്വന്തമാക്കിയ പുതിയ താരം മോർഗൻ റോജേഴ്സും പങ്കുവെക്കുന്നത്. ലോകകപ്പ് സമയത്ത് ഇംഗ്ലണ്ടിന്റെ ലയൺസ് ഡൺ പരിപാടിയിൽ നിന്നുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഹെൻഡേഴ്സനെ ടീമിൽ എടുത്തതിനെതിരെയുള്ള വിമർശനങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ റോജേഴ്സ് പറഞ്ഞത് ഇങ്ങനെയാണ്: കളിക്കാർ തങ്ങൾക്ക് ക്യാമ്പിലൊപ്പം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ഒരു ലിസ്റ്റ് രഹസ്യമായി തയ്യാറാക്കിയാൽ എല്ലാവരുടെയും ആദ്യ 5 പേരുടെ ലിസ്റ്റിൽ അദ്ദേഹം ഉറപ്പായും ഉണ്ടാകുമെന്നാണ്. ടീമിനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ ഹെൻഡേഴ്സൺ യാതൊരു ഈഗോയും കാട്ടുന്നില്ലെന്ന് യുവതാരം ജൂഡ് ബെല്ലിംഗ്ഹാമും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്.
ഡാനി വെൽബക്കും ചെൽസിയിലേക്ക് വെറുതെ എണ്ണം തികയ്ക്കാൻ വേണ്ടി മാത്രം വരുന്ന കളിക്കാരനല്ല. 18 വർഷത്തെ പ്രീമിയർ ലീഗ് കരിയറിലെ ഏറ്റവും മികച്ച ഗോൾ വേട്ട് നടത്തിയ സീസണിന് ശേഷമാണ് വെൽബക്ക് സ്റ്റാഫർഡ് ബ്രിഡ്ജിലേക്ക് വരുന്നത്. 13 ഗോളുകളും ഒരു അസിസ്റ്റും ചെൽസിക്ക് മുന്നിൽ ബ്രൈറ്റനെ എത്തിച്ചതിൽ നിർണായക പങ്കും അദ്ദേഹം വഹിച്ചു. ടീമിന്റെ പ്ലെയർ ഓഫ് ദ സീസൺ പുരസ്കാരവും അദ്ദേഹത്തിന് തന്നെയായിരുന്നു. തൊട്ടു മുമ്പത്തെ സീസണിൽ 10 ഗോളുകളും 4 അസിസ്റ്റുമായിരുന്നു. പ്രായമേറും തോറും വീര്യമേറുന്നുവെന്ന് സ്കോറിംഗിലൂടെ തെളിയിക്കുകയാണ് വെൽബക്ക്. കഴിഞ്ഞ സീസണിൽ ചെൽസിയുടെ പ്രധാന താരം ജോവാവോ പെഡ്രോയ്ക്ക് പിന്നിൽ ബാക്കപ്പ് സ്ട്രൈക്കറായിരുന്ന ലിയാം ഡെലാപ്പിന് ഒരൊറ്റ ഗോൾ മാത്രമാണ് നേടാനായത്. വെൽബക്ക് എത്തുന്നതോടെ പ്രീമിയർ ലീഗിൽ ദീർഘകാലം കളിച്ചു തെളിഞ്ഞ 2 മികച്ച സ്ട്രൈക്കർമാരെയാണ് മാനേജർ അലോൺസോയ്ക്ക് ലഭിക്കുന്നത്. ബ്രൈറ്റന്റെ ഹോം ഗ്രൗണ്ടായ അമേരിക്കൻ എക്സ്പ്രസ് സ്റ്റേഡിയത്തിൽ പെഡ്രോയും വെൽബക്കും ഒന്നിച്ച് മികച്ച കളി പുറത്തെടുത്തിട്ടുണ്ട് മുൻപ്. അതും ടീമിന് മറ്റൊരു നേട്ടമാണ്. പ്രായം കൂടുമ്പോഴും പ്രീമിയർ ലീഗ് പ്രതിരോധ നിരകളെ വിറപ്പിക്കാൻ പോകുന്ന ശാരീരികക്ഷമത ആ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അക്കാദമി താരത്തിന് ഇപ്പോഴുമുണ്ട്. കോൾ പാമർ, മോർഗൻ റോജേഴ്സ് തുടങ്ങിയ ലോകോത്തര ക്രിയേറ്റീവ് കളിക്കാർക്ക് മുന്നിൽ വെൽബക്ക് കളിക്കുന്നത് എതിരാളികൾക്ക് വലിയ ഭീഷണിയാകുമെന്ന കാര്യം ഉറപ്പാണ്. ഇത് ചെൽസിക്ക് നന്നായി അറിയാവുന്ന കാര്യവുമാണ്. കാരണം ചെൽസിക്കെതിരെ കളിച്ച 19 പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നിന്ന് 9 ഗോളുകളും 2 അസിസ്റ്റുകളുമാണ് വെൽബക്കിൻ്റെ പേരിലുള്ളത്. ഹെൻഡേഴ്സനെ പോലെ തന്നെ ഡ്രസ്സിംഗ് റൂമിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ലീഡർ കൂടിയാണ് ഈ വെറ്ററൻ താരം. കഴിഞ്ഞ മാർച്ചിൽ ബ്രൈറ്റൺ പരിശീലകൻ ഫാബിയൻ ഹർസലർ തൻ്റെ പ്രധാന സ്ട്രൈക്കറെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: അദ്ദേഹം ഞങ്ങൾക്കൊരു ഗോൾ സ്കോറർ മാത്രമല്ല, മറിച്ച് കളിക്കളത്തിനകത്തും പുറത്തും ഒരുപോലെ വിലമതിക്കാനാകാത്ത ഒരു മികച്ച ലീഡറാണ്. ബ്രൈറ്റണുമായി കരാർ അവസാനിക്കാൻ ഇനി 1 വർഷം മാത്രം ബാക്കിയുള്ള 35-കാരൻ ഡാനി വെൽബക്കിനെ ടീമിൽ എത്തിക്കുന്നതിനായുള്ള ആദ്യഘട്ട ചർച്ചകൾ വിജയകരമായിരുന്നുവെന്നാണ് ചെൽസിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. സ്റ്റാഫർഡ് ബ്രിഡ്ജിലേക്കുള്ള അടിയന്തര മാറ്റത്തിന് മുന്നോടിയായി താരത്തിന് മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാകാൻ അനുമതി ലഭിക്കുകയും ചെയ്തിരുന്നു. 400 കളികളുടെ പരിചയവും 90 ഗോളുകളുമുള്ള ഡാനി വെൽബക്ക് ലിവർപൂളിനെ പ്രീമിയർ ലീഗിലും ചാമ്പ്യൻസ് ലീഗിലും ക്ലബ് ലോകകപ്പിലും ഉൾപ്പെടെ നിരവധി കിരീടങ്ങളിൽ മുത്തമിഴിച്ച നായകനായ ജോർദാൻ ഹെൻഡേഴ്സൺ, ഇവർക്കൊപ്പം മോർഗൻ റോജേഴ്സ്, മാർക്കോ പലേസ്ട്ര തുടങ്ങിയ താരങ്ങൾ. കുക്രയും ഗർനാച്ചോയും സാന്റോസും പോയ ഒഴിവുണ്ട്. പക്ഷേ ചെൽസി പ്രായം വെറും നമ്പറെന്ന് തെളിയിച്ച് പൊരുതാനുള്ള തയ്യാറെടുപ്പിലാണ്. ചെൽസി രക്ഷപ്പെടുമോ? പ്രേക്ഷകർക്ക് കമൻറ്റ് ചെയ്യാം.